നമുക്ക് തടസ്സമാണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ പോലും ക്ലാസ് ഇങ്ങനെ നിന്ന് എടുക്കാറേ ഇല്ല, എടുത്തിട്ടേക്കില്ല, പ്രിഫർ ചെയ്യാറില്ല. നല്ല അഭിപ്രായമാണല്ലേ നാട്ടുകാരുടെ പൊതുവെ നമ്മളെ കുറിച്ച്. 2 മണിയെങ്കിലും പറഞ്ഞാലേ 3 മണിക്കെങ്കിലും ഇവിടെ ക്ലാസ് തുടങ്ങാൻ പറ്റൂ. ഇത് അവരെ കുറിച്ചുള്ള മതിപ്പല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളെ കുറിച്ച് അവർക്കുള്ള അഭിപ്രായമാണ് എങ്കിൽ പറഞ്ഞത്. അടുത്ത തവണ എങ്കിലും ആ ഒരു അഭിപ്രായം മാറ്റി കുറിക്കാൻ 2 മണി പറഞ്ഞാൽ 2 മണിക്ക് നിങ്ങൾ എത്തുമെന്ന് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോടും നിങ്ങളോടും പറയുന്ന സമയം ഒന്ന് തന്നെയായിരിക്കും. അടുത്ത പ്രാവശ്യമെങ്കിലും അത് നമ്മളല്ല, ഞാനാവില്ല, ഇനി ആരെങ്കിലും ഒരിക്കൽ ക്ലാസ്സിന് വന്നാൽ ആ ഉറപ്പ് അവർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പല ആൾക്കാർ ഈ ചോറൊക്കെ കൊടുത്ത് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുഴപ്പമില്ല. കാരണം ഇത് ഇപ്പൊ ഇവിടെ മാഷ് പറഞ്ഞ കണക്ക് ഒരു ക്ലാസ് ഒരു തരത്തിൽ നിങ്ങളെ കണക്കാക്കാം, എന്തെങ്കിലും തരത്തിൽ മേലെ ആയിരിക്കണം. ശരിയല്ലേ? എന്റെ മാതിരി തന്നെയുള്ള അമ്മമാര്, ഞാനൊരു അമ്മയാണ്, 2 മക്കളുണ്ട്. ഒരാൾ +2 പഠിക്കുന്നു, 2 ആൺകുട്ടികളാണ്. ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ 5 കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്ക് പോകുന്നു. അപ്പം നാച്ചുറലി ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതേ സ്റ്റാറ്റസ് തന്നെയാണ്. അപ്പൊ നാച്ചുറലി നിങ്ങളുടെ മനസ്സിലെ ചിന്തയുണ്ടോ ഇവരെന്തൊക്കെ കൂടുതൽ പറയാനുള്ളത്? ഇപ്പൊ നമ്മുടെ ജനറേഷന് മുമ്പത്തെ തൊട്ട് മുമ്പത്തെ ഞാൻ പറയാനില്ല, അതിന്റെ മുമ്പത്തെ ആൾക്കാരോട് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കും, കളിയാക്കി ചിരിക്കും. ശരിയല്ലേ? ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾ വളരെ വിജയകരമായി ഈ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണോ എന്ന് അവര് കളിയാക്കി ചെയ്യും. ശരിയല്ലേ? പലയിടത്തും പോകുമ്പോൾ നമ്മൾ കാണുന്നത് പഠിപ്പിച്ചു കൊടുത്താലും അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. പഠിപ്പിച്ചു കൊടുക്കലല്ല, ഇതൊരു എന്താ പറയാ പഠനമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു അറിവ് നേടലാണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഇവിടെ ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നതില് എനിക്ക് തോന്നുന്നു 100% കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അറിയാത്ത ഒരു കാര്യം ഞാൻ ഈ 2 മണിക്കൂറിനുള്ളിൽ സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതിലൊരു ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ, ഈ അറിയാമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ തന്നെ അവഗണിച്ചു. കാരണം അതിന്റെ പ്രയോറിറ്റി എന്ന് പറയും, പരിഗണന ഏതിനൊക്കെ കൊടുക്കണം ഏതിനൊക്കെ കൊടുക്കണ്ട എന്ന് നിശ്ചയിക്കുന്നത് നമ്മളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു അച്ഛന്മാർക്ക് ക്ലാസ്? ഞാൻ എടുത്തിട്ടില്ല. ഇനി പെണ്ണായതുകൊണ്ട് എന്നെ വിളിക്കാത്തതൊന്നും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല. ഒരു അച്ഛന്മാർക്ക് എഫക്റ്റീവ് പേരന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവും പിതാവും കൂടി ചേർന്നാണ് പേരന്റ്, ഒരാൾ മാത്രമായിട്ട് പേരന്റ് ആവില്ല. ശരിയല്ലേ? ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഒരു അച്ഛന്മാർക്കായിട്ട് എങ്ങനെ മക്കളെ വളർത്താം എന്നൊരു ക്ലാസ് കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. 2, ഞാൻ ഈ സ്കൂളുകളില് ഈ പേരന്റ്സ് മീറ്റിങ്ങിന് പോകാറുണ്ട്. പേരന്റ്സ് മീറ്റിങ്ങിനോട് അനുബന്ധിച്ച് ക്ലാസ് എടുത്താറുണ്ട്. അവിടെയും പേരന്റ്സ് മീറ്റിംഗ് ആണ്. പക്ഷെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. ആ പങ്കെടുത്തതില് 80% അല്ലെങ്കിൽ 90% അധികവും അമ്മമാര്. ശരിയല്ലേ? അവിടെ അമ്മമാരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളുകളിൽ വേറെ കൂട്ടായ്മ ഉണ്ട്. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജനറലി പേരന്റ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പങ്കെടുക്കുക എന്നുള്ളതാണെങ്കിലും അവിടെ വരുന്നതിൽ അധികം ആൾക്കാരും ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നീ പൊക്കോ, ഞാൻ കേട്ടില്ല. കാരണം ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഉദാഹരണം അവിടെ പോയി വേകാനില്ലാത്തതുകൊണ്ട് ഈ അറിവില്ലാത്ത നിങ്ങളെ പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞോട്ട് കേട്ട അറിവ് വെച്ച് തിരിച്ചു വന്നിട്ട് വേണം ഇതൊക്കെ ഇവിടെ പ്രയോഗിക്കാൻ. ശരിയല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നത്? അല്ലെങ്കിൽ അമ്മമാർക്ക് മാത്രമായിട്ട് കൂട്ടായ്മ നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? സർക്കാർ സ്കൂളിൽ മിക്കവാറും ഉണ്ട് മാതൃസംഗമം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിതൃസംഗമം ഇല്ല, മാതൃസംഗമമുണ്ട്. എന്തുകൊണ്ടായിരിക്കും മാതൃസംഗമം വെക്കുന്നത്? കൂടുതൽ അതായത് ചോദിച്ചത് എന്റെ അച്ഛനും അമ്മയും ചേരുന്നതാണ് മാതാപിതാക്കൾ. ഒരു അച്ഛനും അമ്മയും കൂടിയാണ് മക്കളെ വളർത്തുന്നത്. ശരിയല്ലേ? പക്ഷെ എന്നിട്ടും അതെനിക്ക് തോന്നുന്നു അതൊരു എന്താ പറയാ ഒരു ദൈവമായിട്ട് തന്നെ സൃഷ്ടിച്ച അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടെ കുട്ടികൾ ഫ്രീ ആയിട്ട് ഇടപഴകുന്നത് പല വീടുകളിലും അല്ല എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം വീടുകളിലും അമ്മമാരായിട്ടാണ് കൂടുതൽ. കാരണം ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ സമയം അവരോടൊപ്പം ചെലവഴിക്കുന്നത് അവരായതുകൊണ്ടായിരിക്കാം. ശരിയല്ലേ? എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇത്രയും അധികം സമയം ചെലവഴിക്കുന്നത് ഞാനും നിങ്ങൾ സമ്മതിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല? ശരിയല്ലേ? നമുക്ക് ഇത്ര അധികം സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അവിടെ അപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ചെലവഴിക്കുന്നുണ്ട്, പക്ഷെ ആ സമയം ഏത് തരത്തിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം.
ഇത്ര മണിക്കൂർ ഉണ്ടായിട്ട് കാര്യമില്ല. ആ മണിക്കൂറിൽ മക്കൾക്ക് വേണ്ടി മാത്രം എത്ര സമയം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്? നമുക്ക് 26 മണിക്കൂറുണ്ട്. അവിടെ എവിടെ പണിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് കുട്ടികൾ ആ കൂട്ടത്തിൽ നടക്കുമ്പോ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കലാവില്ല, അത് ശരിയല്ലേ? പക്ഷെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് അതിന് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ക്വാളിറ്റി ടൈം എന്ന് പറയും. അതായത് അവർക്ക് വേണ്ടി മാത്രം എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? എന്തിനാണ് ചെലവഴിക്കും? പടി എന്ന് പറയാനല്ലാതെ. അതുകൊണ്ട് അത് നമ്മളിങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ അറിയാതെ ഒരു സമയമാകുമ്പോ നമ്മളെ വായിൽ ഇങ്ങനെ പടി അത് കേൾക്കുമ്പോൾ ചെറുതാൻ ഓരോ മനസ്സില്, ശരിയല്ലേ? എനിക്ക് അമ്മയ്ക്ക് ആകെ അറിയുന്ന ഒരു വാക്ക് പടി ഉടൻ പറയില്ല. പഠിക്കുക എന്ന് ഉടൻ പറയില്ല. പടി ശരിയാണോ? അത് എന്റെ തോന്നൊക്കെ എന്നോട് പറയാം, ഇത് കേൾക്കുമ്പോൾ പഠിക്കാൻ നമ്മൾ മുഴുവൻ നശിച്ചു പോകണം. ഒന്ന് പഠിക്കണം ഏതെങ്കിലും ഈ ഡയലോഗും കൊണ്ട് വരണം. അതോടുകൂടി ആ പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടെ നശിച്ചു പോകും. ശരിയാണോ? ആ പടി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. കാരണം അത് പല തലത്തിലാണ് അതുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ചെറിയ മക്കളെന്ന് തോന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സമയം ആവശ്യമുള്ളത് അവർക്ക് തന്നെയാണ്. LKG UKG പഠിക്കുന്ന മക്കളുള്ള എത്ര പേരുണ്ട് ഇവിടെ? LKG UKG 4ാം ക്ലാസ്സിന് താഴെ, അല്ലെ 5ാം ക്ലാസ്സിന് താഴെ, 5ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന മക്കളുള്ള ഒക്കെ ഒരുപാട് പേരുണ്ട്. ഈ 5ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന കുട്ടികളിൽ താഴെ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ കഥ പറഞ്ഞാലും തീരില്ല. നമ്മുടെ സമയം 27 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇനിയൊരു 27 മണിക്കൂർ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാലും ആകെ 5 മണിക്കൂറാണ് സ്കൂളിൽ പോയിരിക്കുന്നത്. ഈ 5 മണിക്കൂറുടെ കഥ പറഞ്ഞു കേൾക്കണമെങ്കിൽ 27 മണിക്കൂർ ചിലപ്പം വന്നില്ല. ഞാൻ 11 മണിയൊക്കെ വരുമ്പോൾ ഇന്നും മൂന്ന് നമുക്ക് ബാക്കി കഥ നാളെ പറയാം. കാരണം സ്കൂളിൽ വന്നപ്പോൾ മുതലേ ഈ കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഞാൻ എന്താ വെച്ചാൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കഥ പറയുന്നവര്? അവർക്കെല്ലാം പുതിയതാണ്, ശരിയല്ലേ? അവർ ഈ സ്കൂളിൽ പോയിട്ട് അവർ 4ാം ക്ലാസ്സിന് താഴെ LKG UKG പോയി കഴിയുമ്പോൾ അവർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തില് അവർക്ക് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ പുതിയതായതുകൊണ്ട് ആ കേൾക്കുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ജാമ്പവാന കാലത്തുള്ളതാണ്. കാരണം ഈ കുത്തൊക്കെ കടന്നു പോയിട്ട് കൊല്ലങ്ങൾ കുറെ ആയതുകൊണ്ട് നമുക്കത് പഴയതാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് പുതിയതാണ്. പക്ഷെ ആ പുതുതായിട്ട് കേൾക്കുന്ന ഒരു കാര്യം ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മളെന്ന് പറയുന്ന ഒരു പേരന്റ്, ഇൻക്ലൂഡിങ് അമ്മമാരെ പേരന്റ്, ഞാനിപ്പം പറയുന്നത് പേരന്റ് എന്ന് പറഞ്ഞാൽ അമ്മമാരെ മാത്രം കുട്ടിയാൽ മതി, അച്ഛന്മാരെ വിട്ടേക്കാം. കാരണം അവർക്കിത് കേൾക്കാനുള്ള സമയം പോയിട്ട് മനസ്സില്ല എന്നുള്ളതാണ്. സമയമില്ല ഞാൻ പറയില്ല, മനസ്സില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്ഷമയില്ല എന്നുള്ളതാണ് സത്യം, ശരിയല്ലേ? സമയം എല്ലാവർക്കും 20 മണിക്കൂർ തന്നെയാണ്. മനസ്സില്ല, ക്ഷമയില്ല, അതുകൊണ്ട് തന്നെ സമയമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിന് വ്യാഖ്യാനം കൊടുക്കാം. സോ നാച്ചുറലി ഇത് ഈ കേൾക്കാൻ വരുമ്പോ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ സ്കൂളിൽ നിന്ന് വിട്ട് വണ്ടി നിറങ്ങി അല്ലെ നടന്നു വരുമ്പോ ഈ ഗേറ്റ് കഴിയുമ്പോൾ അലച്ചു പോകാൻ തോന്നും. അമ്മേ ഇന്ന് ഇതാ ഡയലോഗ് ഒന്ന് തുടക്കം, ബാക്കി ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്, കഥാപ്രസംഗം മാതിരി ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്, ബാക്കി വിശേഷങ്ങൾ. ആദ്യത്തെ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഡയലോഗ് എന്തായിരിക്കും? പോയി വേഷം മാറുക. അമ്മേ ഇന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോയി വേഷം മാറാം. അതായത് വേഷം മാറിയതിന് ശേഷം നമ്മള് കേൾക്കാം എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടാക്കാം. അവർ പോയി വേഷം മാറും. വേഷം മാറി തിരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും. അമ്മേ ഇന്ന് സ്കൂളില് ആദ്യം ഭക്ഷണം കഴിക്കും, അടുത്ത ഘട്ടം. കാരണം ഇതൊക്കെ തീർത്തിട്ട് വേണം നമ്മളെ ചെയ്ത് വെക്കാൻ. കാരണം നമ്മുടെ ഒരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ദിവസത്തിന് ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ പൂർണ്ണമാണെങ്കിൽ അല്ലെങ്കിൽ സമയത്ത് നടക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമയത്ത് നടക്കണം, ശരിയല്ലേ? അവിടെ അത് വെച്ച് വേണം വായിൽ ചോറ് വെച്ചിട്ട് അപ്പം വെച്ചിട്ട് കഥ പറയാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പൊ ആ കുട്ടി വിചാരിക്കുക എന്നാ ശരി ചോറുണ്ട് കഴിയട്ടെ. അടുത്ത ഡയലോഗ് പിന്നെയും പറഞ്ഞു തുടങ്ങും. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ആ കുട്ടി കഥ പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തില് നമ്മൾ എൻഗേജ്ഡ് ആവും, ശരിയല്ലേ? പോയി കളിച്ചോ അല്ലെങ്കിൽ TV വെച്ച് കൊടുക്കും, അതല്ലെങ്കിൽ എന്താ പറയാ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇന്ററാക്ട് ചെയ്യും. ഇത് ഞങ്ങൾക്ക് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് ഒരു പ്രായത്തിലെ ആ കുട്ടിക്ക് നമ്മളോട് കഥ പറയാനുള്ള താല്പര്യം ഉണ്ടാവുക. നമ്മൾ അടിച്ചമർത്തോടെ നമ്മൾ അറിയില്ല, നമ്മൾ അടിച്ചമർത്തുകയാണ് എന്നാണ്. കാര്യം നമുക്ക് എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടമുള്ള ആരോടാണ്? കേൾക്കാൻ താല്പര്യമുള്ളവരോട്, ശരിയല്ലേ? നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് ശരിക്കും ആൾക്കാരോട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്ത് കേൾക്കാൻ തയ്യാറുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കുള്ളൂ. ഇവിടെ ആ സംഭാഷണം നമ്മുടെ ആ പൂർണ്ണമാകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ താല്പര്യം ആരും കാണിക്കുന്നില്ല, കേൾക്കാൻ, അത് പറയാൻ കാണിക്കുന്ന താല്പര്യം കേൾക്കാൻ നമ്മൾ കാണിക്കാതിരിക്കുന്നിടത്തോളം കാലം കുറെ കാലം കഴിയുമ്പോൾ, അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, കുറെ ദിവസങ്ങൾ, കുറെ മാസങ്ങൾ, കുറെ വർഷങ്ങൾ കഴിയുമ്പോ ഈ കുട്ടിയുടെ കഥ കുറച്ചിൽ നിൽക്കും, ശരിയല്ലേ? ഗ്രാജുവേറ്റ് കാരണം കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാളോട് കഥ പറയാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കില്ല, പക്ഷെ ആ കുട്ടിക്ക് വേഗം മനസ്സിലാക്കുന്നുണ്ട്. ഇവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഒരിക്കൽ പോലും എന്റെ കഥ പൂർണ്ണമാക്കാൻ ചെവി തരാൻ എന്റെ അമ്മയ്ക്ക് സമയമില്ലെങ്കിൽ
കാരണം ഈ മുറിച്ച് പറഞ്ഞ് നമുക്ക് സംസാരിക്കുന്ന ഇഷ്ടമല്ല അല്ലെ? ആണോ? ഇഷ്ടമാണോ? നമ്മളൊരു സംഭവം നമ്മുടെ അയൽവാസിനോട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുന്ന ഇടയ്ക്ക് വേറെ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തോട്ടെ ഞാൻ. കാരണം ആ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ